Hello guys, welcome back to my YouTube channel. Welcome to another vlog. So ഇന്നത്തെ വ്ലോഗും എന്താ പറയുക വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. യെസ്, സ്കിൻ കെയർ വീഡിയോ ആണ്. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനങ്ങനെ ഭയങ്കരമായിട്ടും സ്കിൻ കെയർ ചെയ്ത് കൃത്യമായിട്ട് റുട്ടീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരാളൊന്നുമല്ല. പക്ഷെ ഞാനാവാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നൊരു മേ ബി 1 year ഒക്കെ വരട്ടേ ഉള്ളൂ. സ്കേരി ടോക്സിലൊക്കെ കയറിയതിന് ശേഷമാണ് മേക്കപ്പ് തന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അത് നമുക്ക് വെരി സിമ്പിൾ മേക്കപ്പ് ഇതൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കിൻ കെയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലായിരുന്നു. സോ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1 year to 2 year മാക്സിമം ആണ് ഞാൻ ഒരു മോയ്സ്ചറൈസർ, സെറം, ലിപ് ബാം ഇങ്ങനെ അത് വളരെ ബേസിക്കാണ്. വേറെ വലിയ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ബേസിക് ആയിട്ടുള്ള പ്രോഡക്ട്സേ മേടിക്കാറുള്ളൂ. പ്രോഡക്ട്സ് എന്താണെങ്കിലും സ്കിൻ കെയർ വീഡിയോ ആണെങ്കിലും ഇയറിങ്സിൻ്റെ വീഡിയോ കണ്ടവർക്കും അറിയായിരിക്കും. എനിക്ക് ആണെങ്കിലും മേടിച്ച് തന്നാലേ ഉള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് അങ്ങനെ മേടിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ കഥ പറഞ്ഞ ഓർപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സോ നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൊട്ടീനേ ഉള്ളൂ ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അത്രയ്ക്കേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് യുവർ ഫേസ്. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്തിട്ട് തിരിച്ചു തരാം. ഓക്കെ, യെസ്, അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു. ഫേസൊക്കെ നന്നായിട്ട് വൈപ്പ് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ CTM റൊട്ടീൻ ആണല്ലോ ബേസിക് റൊട്ടീൻ എന്ന് പറയുന്നത്. ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്സിൽ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് അല്ലേ. സോ ക്ലെൻസിങ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എന്താണ്? ടോണിങ് ആണ്. സ്കിൻ കെയർ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ടോണറായിട്ടും ഫേസ് മിസ്റ്റായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നത് പതഞ്ജലിയുടെ റോസ് വാട്ടറാണ്. സോ ഞാൻ അതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഞാൻ ഓൾ ഓവർ ദ ഫേസ് സ്പ്രേ ചെയ്ത് കൊടുക്കും. സോ ബിഫോർ ദാറ്റ് നമ്മൾ മുടി ഒന്നിൽ ബണ്ണ് വെള്ളോട്ട് കെട്ടി വയ്ക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ക്യൂട്ട് ഹെഡ് ബാൻഡ്സ് ഒക്കെ കിട്ടും. ഓക്കെ, സോ ഇതുപോലത്തെ ഹെഡ് ബാൻഡൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഹെയർ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡിലുള്ള ഹെയർ കവർ ചെയ്തെടുത്തിലോട്ട് പറയുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെയുള്ള ഹെയർ പാർട്ടിക്കിൾസിലൊന്നും പ്രൊഡക്റ്റ് ഹെയറിലാവാണ്ട് സ്കിന്നിൽ മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട്. സോ ആദ്യമായിട്ട് ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ടോണർ ഞാനത് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്നിങ്ങനെ ആ വാട്ടേഴ്സ് ഒന്ന് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും കുഴപ്പമില്ല. അത് താഴെ ഒന്ന് ഡ്രൈ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസ് വാട്ടർ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഫുള്ളി അബ്സോർബ് ആയതിനു ശേഷം അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. സോ ഞാൻ ഇത് പറഞ്ഞ പോലെ ഭയങ്കര സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. സോ പൊതുവേ മോർണിംഗ് ഇതുപോലെ എണീറ്റ് കഴിഞ്ഞാൽ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് ദിവസം സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഡോണ്ട് ഡു ദാറ്റ്. ചില ദിവസങ്ങളാണ് ചെയ്യാനൊക്കെ തോന്നിയാലേ ചെയ്തുള്ളൂ. സോ ചില ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ ഇത് മാത്രം റോസ് വാട്ടർ മാത്രം ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കും. വേറെ ഒന്നും ചെയ്തില്ല. ചില ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ ചില ദിവസങ്ങൾ ഞാൻ അത് കഴിഞ്ഞിട്ട് സെറം അപ്ലൈ ചെയ്യും ഫേസിൽ. സെറം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ CTM റൊട്ടീൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞതുപോലെ എന്താണ് മോയ്സ്ചറൈസിങ്. സോ മോയ്സ്ചറൈസർ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഞാൻ മോയ്സ്ചറൈസർ സെപ്പറേറ്റ് അങ്ങനെ മേടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ചേർത്താണ് ഞാൻ സെറം അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇതിപ്പം നോർമലി റൊട്ടീൻ ഫോളോ ചെയ്യുന്നവർക്ക് ക്ലെൻസ് ചെയ്യുക, ടോണർ ഉപയോഗിക്കുക, അത് ഭയങ്കര മോയ്സ്ചറൈസർ ഇടുക. ഡേ ടൈം ആണെങ്കിൽ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് സെറം അങ്ങനെ എന്തെങ്കിലും. സോ ഞാൻ സംടൈംസ് സെറം അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ഞാൻ സെറം നൈറ്റ് യൂസ് ചെയ്യും. എന്നിട്ട് മോർണിംഗ് ഞാൻ സ്കിൻ കെയർ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്. എർത്ത് റിവത്തിൻ്റെ പോമിഗ്രാനൈറ്റ് ഫേഷ്യൽ ഓയിലാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ചില ദിവസം ഞാൻ ഓയിൽ യൂസ് ചെയ്യും, ചില ദിവസം ഓയിൽ നൈറ്റ് യൂസ് ചെയ്യും. കാരണം ഓയിൽ നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിലി സ്കിൻ അബ്സോർബ് ചെയ്യാൻ ടൈം കിട്ടും. മോർണിംഗ് നമുക്ക് പോകാൻ കണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫേസ് ഇച്ചിരി ഓയിലല്ലേ, ഒരു ഗ്രീസിനെസ് ഫീൽ ചെയ്യും. സോ ഇതുപോലെ ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഓൾ ഓവർ ദ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും.
ഓയിലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ഒരുപാട് അങ്ങനെ ഇടാറില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ഇത് കിട്ടാൻ വേണ്ടി ഇടാറുള്ളൂ. നൈറ്റ് ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇടും കേട്ടോ, അങ്ങനെ നമ്മൾ ഇട്ടിട്ടങ്ങ് കിടക്കുക. സോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുവാണെങ്കിൽ സൺസ്ക്രീൻ ഇടണമെന്നാണ്, പക്ഷേ ഞാൻ ഇടുന്നില്ല. ഇപ്പം വേണ്ടാന്ന് വയ്ക്കും, ശരിക്കും ഇടേണ്ടതാണ് കേട്ടോ. സോ ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലിപ് ബാം. ബെല്ല വിറ്റ ഓർഗാനിക്കിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ വിളിക്കാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ചെയ്യുന്ന ആളല്ല. സോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. അത് കൂടുതൽ ഡീറ്റെയിൽസ് സ്കിൻ കെയർ വീഡിയോ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാറുള്ളത്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ചെയ്യണം നിങ്ങളുടെ പുതിയ വീഡിയോ സജഷൻസ്, പിന്നെ ഈ വീഡിയോയുടെ ഒപ്പീനിയൻസ്, ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ റൊട്ടീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതെല്ലാം ഞാൻ വായിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റയിൽ ഒത്തിരി വീഡിയോ നമുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി പേര് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, ഒരുപാട് ഇതിൽ സംസാരം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.